ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ച ശേഷം ആദ്യമായാണ് അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. ദേവസ്വം ബോർഡ് നിർണായക യോഗം ചേർന്ന ദിവസം തന്നെയാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. സ്വർണ്ണപ്പാളിയിലെ രേഖകളിലാണ് പരിശോധന. ദേവസ്വം വിജിലൻസ് SP അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘം കണ്ട് വിവരങ്ങൾ തേടി. ഫയലുകൾ പരിശോധിച്ചു. എന്നാൽ ബോർഡ് അംഗങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടില്ല. അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമെന്ന് ആവർത്തിക്കുകയാണ് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഉറപ്പായും ഈ അന്വേഷണ ഏജൻസി ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതനുസരിച്ച് നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ വീണ്ടെടുക്കുന്ന കാര്യത്തിലായാലും കുറ്റവാളികളെ കണ്ടെത്തുന്ന കാര്യത്തിലായാലും അവർക്ക് തക്കതായ ശിക്ഷ നൽകുന്ന കാര്യത്തിലായാലും അത് നടന്നിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ കുറ്റക്കാരാണെന്ന് പരാമർശിക്കപ്പെട്ട വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം ബോർഡ് വിശദീകരണം തേടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സംശയം. നിർണായകമായ ചില രേഖകൾ സ്ഥാപനത്തിലില്ലാത്തതാണ് സംശയത്തിന് കാരണം. CEO പങ്കജ് ഭണ്ഡാരിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവും നടത്തും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.